എടാ മണി, ഇത് കഴിഞ്ഞു പോയ കാര്യമില്ല. നീ ഇത് വീണ്ടും കുത്തിപ്പോക്കേണ്ട വല്ല കാര്യമുണ്ട്? അത് കഴിഞ്ഞു പോയതല്ലേ, നീ വെറുതെ ഓവറാക്കല്ലേട്ടാ. എന്തോറാന്ന് പറയണ സാറേ, നമ്മുടെ ഗ്രൂപ്പിൽ കൂട്ടുകാർ വിശ്വസിച്ചിട്ട മെസ്സേജ് ആരാടാ അവൾക്ക് ചോർത്തി കൊടുത്തത്? ശരി, അത് മനസ്സിലായി, ജനറലൈസ് ചെയ്യല്ലേ. പക്ഷെ നിനക്ക് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. അത് അവളയച്ചെന്നാ. ശരി, എന്നാ പിന്നെ അവളോട് തന്നെ ചോദിക്കാറുന്നില്ല. ഇത് എവിടെ എന്നെ എത്ര കൈയും കാലും പിടിച്ച് അയച്ചെന്ന് അറിയൂ. അയച്ചെന്ന് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. എനിക്കറിയണ്ട, എനിക്കിതിൽ അടിപ്പിടിക്കാരാണ്. ചാടല്ലേ എന്തെങ്കിലും വഴി ഉണ്ടാക്കല്ല. എന്നാലും ഞാൻ ഇവിടെ ഇരിക്കണേ. അപ്പൊ നീ ഇത് നിനക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടാ? നമുക്ക് എല്ലാരും വിളിച്ചോക്കാം. ഇതവനാ ദാസൻ. ഞാൻ നായകനാരാ? ഞാനല്ലേ? ആണല്ലോ. എനിക്ക് തൊഴുത്തിൽ ചാണവാൻ റോളും അവന് തമ്പുരാന്റെ റോളും. പിന്നെ എന്റെ പ്രശ്നം ഇഷ്ടപ്പെട്ടെ. നീ വിളിക്കി, അവനെ വിളിക്കി. ഹലോ, എന്താണ് നമ്മുടെ റൈറ്റർ നായകനെ കൂടെ? നീരടാ ഞാൻ പറഞ്ഞ ശർമ്മക്ക് ചോർത്തി കൊടുത്തേ. എന്റെ പൊന്നു മണി, പിന്നെ ഞാൻ എന്തിനാ പഠിക്കണത്? ഞാൻ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിട്ടല്ലേ പഠിക്കണത്. ഞാൻ സംസാരിച്ചോളാം അവനോട്. എടാ ദാസാ, എടാ നമ്മുടെ നായികില്ലേ ഷർമിള, അപ്പൊ അവളെ പറ്റിയിട്ട് ഇവൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങളില്ലേ. അതായത് അവള് ഭയങ്കര ക്യൂട്ട് കാണിച്ചിട്ട് ഷോ ഇറക്കലാണ്, ഫുള്ള് അങ്ങനെ ക്യൂട്ട് കാണിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കലാണ്. അപ്പൊ അതൊക്കെ ആരോ അവൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ടുണ്ട്. ഓ അതേന്നൊക്കെ നീ ചെയ്തെങ്കിൽ പറ. ഞാനൊന്നല്ലേ തെറ്റ് ചെയ്ത ഒരു കുറ്റസമയത്ത് ചരിത്രല്ലടാ. എന്റെ പൊന്നു മണിയെ, ഈ വാളംപുളി കേസിനൊക്കെ എന്ത് ചരിത്രം ഉണ്ടെന്നാ നീ പറഞ്ഞേ? ഉണ്ടടാ, ഉണ്ട്. ഞാൻ നീ ഒരുമിച്ച് ഷോർട്ട് ഫിലിം ഒരു പട്ടുകുഞ്ഞും കാണില്ല ചീറ്റി പോന്ന് പറഞ്ഞത് നീ അങ്ങനെ തന്നെ ഡയറക്ടർ പറഞ്ഞല്ലടാ. നീ അത്ര നല്ലവനാ. നീ പറഞ്ഞല്ലേ വിഷയത്തിലേക്ക് വാ. നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ഇട്ടാലും 2 മിനിറ്റിനുള്ളിൽ അവൾ അറിയണ്ട. അതാണല്ലോ അവിടുത്തെ പ്രശ്നം. അതിപ്പോ ഞാൻ ആ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പൊ എന്നെ സംശയിച്ചു അല്ലല്ല, നിന്നെ കുറിച്ച് അരച്ചു കുറിച്ച് പഠിച്ചിരിക്കണേ. ഞാൻ കുറുക്കനാ. എന്റെ പേരിൽ PhD എടുത്തിട്ടാണല്ലോ നീ ഇപ്പൊ അവിടെ ഇരിക്കണേ. എന്നെ മോനെ ഞാനല്ല സ്ക്രീൻഷോട്ട് എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ അങ്ങനോട് എത്തിയെങ്കിൽ തന്നെ നീ ഇത്രയും കാലം കാണിച്ച് പോണ സ്വഭാവത്തിലുള്ള പണിയായിട്ട് കൂട്ടുകാർ പറയുന്നതൊക്കെ പെണ്ണുങ്ങൾക്ക് ചോർത്തിറക്കുന്നത് അന്തസ്സുള്ള പരിപാടിയാണല്ലോ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലൂട്ടിട്ട് യാതൊരു ഞാൻ ഒരു കാര്യം പറയാം. ആ ചാറ്റിങ് നടന്നു പറഞ്ഞ നേരത്തെ ആരവിടെ ഓൺലൈൻ നടന്നേ പോയി നോക്കട്ടെ, അവരോട് ചോദിക്കി. അല്ലാണ്ട് പറഞ്ഞ ചരിത്രം മാങ്ങാതൊലിന്നുകൊണ്ട് എന്റെ പിന്നെ ഉദ്ദേശിക്കണേ. അങ്ങനെയാണെങ്കിൽ അവനോട് ചോദിക്കാം. എല്ലാരും ഉണ്ടല്ലോ. എന്താണ് രാവിലെ തന്നെ എല്ലാരും കൂടി കാലുവാരി? അതന്നെ കാലുവാരി. എന്റെ പൊന്നുമണി, ഞാൻ ഡീൽ ചെയ്തോളാം. ഞാനാണല്ലോ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിച്ചോളാം അവനോട് കേട്ടാ. എടാ അൽസിന് വേറൊന്നുമല്ല, നമ്മുടെ നായികില്ലേ ഷർമിള, അവളെ പറ്റിയിട്ട് അതായത് മണി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നതാണ്. അവള് ക്യൂട്ട്നെസ് കാണിച്ച് ഷോ ഇറക്കലാണ്. ഈ സാധനമൊക്കെ മണി പറഞ്ഞിട്ടുള്ളത് ആരോ അവൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ദാസനോട് ചോദിച്ചപ്പോ ദാസൻ അല്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ നിന്റെ കാര്യത്തിലും കൂടി അറിയാൻ എന്നോട് ചോദിച്ചാലും ഞാനും അല്ലാന്ന് തന്നെ പറയും. അതങ്ങനെ പിന്നെ ഞാൻ ആന്ന് പറയണം. ഇവനതാ പറഞ്ഞു വരുന്നത്. ആരെങ്കിലും വേഗം അല്ല, ആ സമയത്ത് നീ മാത്രം ഓൺലൈൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ നിന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ മെസ്സേജ് അയച്ചതിന് ശേഷം 2 മിനിറ്റിനുള്ളിൽ അവൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നീ പിന്നെ ആരാടാ? പൊന്നു മോനെ, ഞാൻ ആ സമയത്ത് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, ചാറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് വേറെയും ഗ്രൂപ്പിലും ഉണ്ടായിരിക്കുന്ന ആൾക്കാരില്ലേ, അവരായിക്കൂല. അവർക്ക് ആർക്കും അവളെ നമ്പർ അറിയില്ല. നിനക്ക് മാത്രം അവളെ നമ്പർ അറിയുള്ളൂ. പിന്നെ അവൾ വന്നപ്പോ കുറച്ച് കൂടുതൽ ചാട്ടം നിനക്ക്. മണിയെ ചാട്ടത്തിന്റെ കേസൊന്നും നീ പറയണ്ട. നിന്റെ ചാട്ടത്തിന്റെ നീളം കൂടിയോണ്ടാണല്ലോ അവള് 2ാമത്തെ ദിവസം തൊട്ട് നിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നിർത്തിയത്. പിന്നെ ഒറ്റ ദിവസം ഷൂട്ടിന് നേരത്തെ വരാത്ത നീ അവള് വന്ന പിന്നെ രാവിലെ വന്ന് കുറ്റടിച്ച് നിൽക്കും ഇല്ലേ? അയച്ചട്ട മനമേടാ, നിന്നെ കൊണ്ട് ഞങ്ങക്ക് ഇതുവരെ ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു പെണ്ണ് വന്നപ്പോ എന്തായിരുന്നുടാ? വീട്ടിൽ നിന്ന് അച്ചപ്പം, കുഴലപ്പം, ബെന്ന്, ദാഹം മറ്റേ മോര് സോഡ, ഗ്ലൂക്കോസ് കൂടി മേടിച്ചു കൊടുത്തില്ല. നീ നാണാവില്ലടാ. ആർട്ടിസ്റ്റ് ക്ഷീണിക്കാണ്ടിരിക്കാൻ വേണ്ടി അവളിപ്പോ ശബരിമല കയറി നടക്കാനല്ലോ, ഇടയ്ക്കിടയ്ക്ക് കയ്യില് ഗ്ലൂക്കോസ് വെച്ച് നക്കി ഇറക്കാനായിട്ട് പോടായിരുന്നു. ദാസാ, നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എനിക്ക് നിന്നെ നല്ല ഡൗട്ട് ഉണ്ട്. ആ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ ഫോട്ടോയ്ക്കും ഒരേ പോസും ഒരേ ആംഗിളാന്ന് ഞാൻ പറഞ്ഞു. നീ അല്ല അവളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തത്. നീ പറഞ്ഞല്ലേ? പിന്നെ ചാട്ടത്തിന്റെ കേസിലേക്ക് വരാം. മണിയെ, ഷൂട്ടിന്റെ ഇടയിൽ ആ പാടത്തെ കനാല് കടക്കാൻ വേണ്ടിയിട്ട് നീ അവൾക്ക് വെട്ടത്തിൽ ദിലീപേട്ടൻ ചെയ്യണ മാതിരി കമന്ന് കിടന്ന് കൊടുത്തല്ലോ. ഞങ്ങളെല്ലാവരും അവള് ചാടി കിടന്നു ഈസിയായിട്ട്. ഇവനവിടെ കമഴ്ന്ന് കിടന്ന് ചമ്മി. എന്നിട്ട് ആ ചമ്മൽ ഒഴിവാക്കാനായിട്ട് അവിടുന്ന് വെള്ളം കൊടുത്ത് മുഖമൊക്കെ അങ്ങോട്ട് കഴുകിയ പോലെ അഭിനയിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഇവന്റെ ഏറ്റവും വലിയ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പറഞ്ഞത്. അതെ, സ്റ്റേറ്റ് അവാർഡ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഏഷ്യാനെറ്റ് അവാർഡിനുള്ള സാധനം മതി. അങ്ങനെ ചാട്ടത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചാട്ടമുള്ളത് മറ്റവനാ. ഡയറക്ടർ സാറാണോ? അവൻ തന്നെ. അങ്ങനെ വിളിക്ക്. മര്യാദക്ക് ആക്ഷനും കിട്ടും പറയാറിയാ. എന്തൊരു ഷോ ആയിരുന്നു. പിന്നെന്താ ആളെ മുത്തുണികൾ എല്ലാവരും ഉണ്ടല്ലോ. എന്താണ് കാര്യം? മുത്തുമണിക്കോട് നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്. മണി, ഞാൻ ചോദിച്ചോളാം. വേറെ ഒന്നുമല്ലടാ. അതായത് നമ്മുടെ നായിക ഷർമിലുണ്ടല്ലോ, അവളെ പറ്റിയിട്ട് മണി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് അവൾ ക്യൂട്ട്നെസ് ഓവർലോഡാണ്, അവൾ അത് ക്യൂട്ട്നെസ് കാണിച്ച് ഷോ ഇറക്കലാണ് അവളുടെ മെയിൻ പരിപാടി. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവള് മണി പറഞ്ഞത് ആരും അവൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ ദാസിന്റെ അടുത്ത് ചോദിച്ചപ്പോ അവനല്ലാന്ന് പറഞ്ഞു. പിന്നെ അൽസിനോട് ചോദിച്ചപ്പോ അവനും അല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അല്ലല്ല ഞാൻ നീയാണെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇല്ല, എല്ലാരും സംശയം. എന്തുട്ടാന്നാ അവള് വന്നപ്പോ എന്തായിരുന്നു ട്രീറ്റ്?
ഹോട്ടലിൽ നിന്ന് ഫുഡ്, പിന്നെ അൽഫാം മന്തി, പൈനാപ്പിൾ മൊജീറ്റോ. ഞങ്ങൾക്കൊക്കെ എന്നിട്ട് വരുന്നത് ഈ ഗുണ്ടകൾക്ക് പറഞ്ഞ പോലെ മറ്റേ 1/2 ലിറ്റർ പെപ്സിയും കോഴി ബിരിയാണി ആയിരുന്നില്ല എല്ലാവർക്കും. ഇവള് മാത്രം വന്നപ്പോൾ ഭയങ്കര റേറ്റ്. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, പിന്നെ താമസിക്കാൻ റൂം, പേയ്മെന്റ് എന്നൊക്കെ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല പരിപാടി. AC ഇട്ട് കാർ ഓടിക്കുക, ഞങ്ങളുടെ വെയിലത്ത് പിന്നീട് വന്നോളാം ബൈക്കിൽ. ആരോണേ, നമ്മുടെ ആൽബത്തിൽ സാധാരണക്കാരനായ നായകന്റെ വേഷം കൊണ്ട് നീ എനിക്കൊരു നല്ല ഷർട്ട് ഇടാനോ ഒരു പൗഡർ ഇടാൻ സമ്മതിച്ചടാ. അവസാനം കള്ളക്കടത്തരം കൊണ്ടുവന്ന പോലെ ഷർട്ട് കൊണ്ടു ഞാൻ റൊമാൻസ് ചെയ്യാൻ ഇരിക്കാൻ വേണ്ടിട്ട്. ഈ എന്നോടോ ബാല അരുണേട്ടൻ, നിങ്ങൾ വലിയ അശോകരാജ് ഒന്നും ആവണ്ട. ലേപ്പൽ മൈ കോഫി ചെയ്യാൻ മറന്നിട്ട് ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ബ്രേക്കിൽ പഞ്ചാര അടിച്ച് ഞാൻ എന്റെ ഹെഡ്ഫോണിൽ നല്ല ക്ലിയർ ആയിട്ട് കേട്ടതാണ്. എന്നിട്ട് ഫുള്ളേ ലൈറ്റ് ഒക്കെ പോകുന്നു പോകും. അപ്പൊ അതൊക്കെ ക്യാമറമാന്റെ പ്രശ്നമാണ്, ലൈറ്റിങ് അറിയില്ല. സ്ക്രിപ്റ്റില് ഞാനോട് ബൈക്കിൽ പോണ സീനൊക്കെ ഉണ്ടായിരുന്നു, അത് വേണ്ടെന്ന് പറഞ്ഞ വെട്ടി കളഞ്ഞു ഞാൻ. നിങ്ങളെല്ലാവരോടും എനിക്കൊരു കാര്യം പറയുള്ളൂ, എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് മണി അടിച്ചു വെക്കുക. മാത്രമല്ല നമ്മുടെ മുഴുവൻ വീഡിയോസും കാണുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യം ഈ മണിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക, എന്നിട്ട് താൻ നാട്ടുകാരെ മണി അടിക്കാൻ. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായ ഇത് ഇയാളുടെ സ്ഥിരം നമ്പറാ. ഒന്നെങ്കിൽ ചാനലിൽ ഒരു കാര്യം പറഞ്ഞു മുതലെടുക്കും, അല്ലെങ്കിൽ കരഞ്ഞു കാണിക്കും. അത് ശരി. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് എന്റെ നെഞ്ചു തൊട്ടായ എടാ നമ്മുടെ ചാനലൊന്ന് പച്ച പിടിച്ചോട്ടെ വെച്ച് ചെയ്തല്ലേ ഇതൊക്കെ. ഏതാ അവളോട് പഞ്ചായടിച്ചോ? പഞ്ചാര അടിച്ചല്ലോ കോപ്പയെ ആ ഷർമിലേനെ ട്രീറ്റ് ചെയ്ത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു തേങ്ങയും ഒരാൾക്ക് മനസ്സിലാവണില്ല. അല്ല മണി, ഒരു മനുഷ്യ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല, അങ്ങനെയല്ലേ നീ പറഞ്ഞ? അപ്പൊ ഈ ഇതുവരെ കിട്ടിയിട്ടുള്ള ഈ 1200 സബ്സ്ക്രൈബേഴ്സ് ഞാൻ എന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് കളർഫുൾ ആക്കാലോ എന്ന് വെച്ചിട്ടാണ് ഞാനൊരു നായികനെ വെച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കൊന്ന് ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. വെച്ചതുകൊണ്ടാണ് ഗതി പിടിക്കാത്തൊരു ധ്വനി ഇല്ലേ ഇതില്? എടാ ഇനിയിപ്പൊ നീയായിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കില്ല. അല്ല സാഗറേ, ഇനിയിപ്പോ നീ എങ്ങനെയാണോ, നീയാണല്ലോ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതെ അതെ അതെ, ഇയാളുടെ ഈ ഇന്റലക്ച്വൽ നടപ്പിൽ എനിക്ക് വലിയ വിശ്വാസം ഇല്ല. ഇയാൾ അതുണ്ട് കപട സാമ്യമുള്ള പോലെ. അങ്ങനെയാണ് അവന്റെ കപട ഞാൻ ചിന്തും. എടാ ഞാനോ ഡ്രോപ്പ് യുവർ ഗൺ ബേബി. പുസ്തകങ്ങളെയും പേനകളെയും മാത്രമാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. കഥകളും പുസ്തകങ്ങളും ഒക്കെയായിരുന്നു എന്റെ ജീവൻ. സാഗരേട്ടൻ, നിങ്ങൾ ഈ വലിയ കണ്ണടയും വലിയ ജുബയൊക്കെ ഇട്ടിട്ട് ബുദ്ധിജീവി കളിച്ച് കിടന്നിട്ട് ബ്രേക്കിന്റെ ഇടയിൽ ആ പെണ്ണിന്റെ അടുത്ത് പോയി സ്റ്റാച്ചു കളിക്കണത് ഞാൻ കണ്ടാണല്ലോ. സ്റ്റാച്ചു എന്താണെന്നറിയില്ലേ? ഞാൻ ആ പെൺകൊച്ചിന് ഒരു ലേശം മോരിസോട് കൊടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ ആ പെണ്ണിന്റെ അടുത്ത് നടരാജവിഗ്രഹം നിൽക്കണ മാതിരി മിനിറ്റുകളോളം നിൽക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ഇന്റലക്ച്വൽ നടപ്പൊക്കെ വെറും ഷോഫ്, അയാൾ ഉള്ളിൽ വെറും കോഴിയാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മണി പോയതൊക്കെ തന്നെ അവളുടെ പിന്നാലെ കൂടി നീ തന്നെ യഥാർത്ഥ കോഴി. പിന്നെ നീ എത്ര വട്ടം അവളുടെ ഒപ്പം എല്ലാ ബ്രേക്കിലും പോയിട്ട് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും എന്തായിരുന്നു നിനക്ക്? ഞാൻ പിന്നെ ഒന്ന് എനങ്ങാണ്ട് നിന്നിട്ടല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ജീവൻ പറഞ്ഞു ഞങ്ങളുടെ സംശയം. മണി, നിനക്ക് അഭിനയിക്കാൻ, നിനക്ക് റൊമാൻസിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് അവള് പറഞ്ഞതിന്റെ ചൊരുക്കാൻ നിനക്ക്. നീ അതിന്റെ പേരിൽ അതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അത് അവളോട് അറിഞ്ഞു പോയി അവള്. അതിനിപ്പോ എന്ത് ചെയ്യാൻ? അറിഞ്ഞതല്ല, അറിയിച്ചു പറ. ആടാ പറഞ്ഞെങ്കിൽ കണക്കായി പോയത്. എന്തിനാണ് ഇങ്ങനെ പറയണത്? അതിന് ഒപ്പം നിന്നിട്ട് ഒരുമിച്ച് ചിരിക്കുക, എന്നിട്ട് ഒപ്പം മാറി നിന്ന് കുറ്റം പറയാം. എന്തിനാണ് ചെയ്യണത്? ചെയ്യണ്ട. ഉള്ളത് മൊത്തം പറയില്ല, എന്നിട്ട് ആള് മാറി കഴിഞ്ഞ ജാതി കെട്ടാ. നീ കണ്ടതല്ലടാ അവൾ എന്റെ അടുത്ത് കളിച്ചാടാ. അങ്ങനെയാണെങ്കിൽ നീ അവളുടെ അടുത്ത് ചോദിക്കണം, ഇപ്പൊ എന്താ ഇപ്പൊ പരദൂഷണക്കാരൻ നീ മാത്രമായില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, അവൾ വിളിക്ക്, അവൾ തന്നെ പറയട്ടെ ആ സ്ക്രീൻഷോട്ട് വിട്ടെന്ന്. അതെ, അവളെ അത് വേണം എന്നോട് ബ്ലോക്ക് ചെയ്തിരിക്കുക. നിങ്ങൾ വിളിക്കും, ആരാന്നറിയില്ല കൂടുതൽ ബ്ലാക്ക് ഷിപ്പ്. ഹലോ, എല്ലാരും ഉണ്ടല്ലോ. ഷർമു കുട്ടി സേഫ് അല്ലേ? ഷർമി ഇപ്പൊ എണീറ്റുള്ളൂ. സാഗരേട്ടാ, എന്താ ഇപ്പൊ വിളിച്ചേ? എനിക്കൊരു കാര്യം അറിയാണ്ട്. മണി, ഞാൻ ചോദിച്ചോളാം. ഷർമി വേറെ ഒന്നുമല്ല മോളെ, നമ്മളെ കാര്യം അറിയാം. എന്താ കാര്യ? ചോദിച്ചോ. എന്തേലും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. സ്ക്രീൻഷോട്ടിന്റെ കാര്യം, അതിനെ കുറിച്ച് എനിക്ക് ഒന്നും സംസാരിക്കാം. ഞാൻ പോവാം. പെണങ്ങലെ മോളെ, പെണങ്ങലെ പ്ലീസ് മോളെ, പെണങ്ങലെ ഒരു കാര്യം ചോദിക്കും. അത് ആരെ മോൾക്ക് അയച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, അത് പിന്നെ മോളിഞ്ഞ അപ്പൊ അതിനും കൂടുതൽ ആലോചിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ ആരായച്ചെന്നുള്ള ധൈര്യം. സാഗർ ചേട്ടൻ തന്നെയാ. നമുക്കിടയില് ഞാൻ തന്നെ എന്നെ സംശയിച്ചു പോയിച്ച. ഞാൻ എങ്ങാനും ഇനി അറിയാണ്ട് പറഞ്ഞിട്ടുണ്ടോ? പറ മോളെ, ഫുള്ള് പറ, എല്ലാ കാര്യം പറ. ഇത് മാത്രം നിൽക്കരുത്, എല്ലാ കാര്യം കൃത്യമായിട്ട് പറയണം മോളെ, എല്ലാം പറ. സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നത് സാഗർ ചേട്ടൻ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടാ ചെയ്തത്. പക്ഷെ ഇതൊക്കെ നടക്കുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനൊരു സംസാരം ഗ്രൂപ്പിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഫോർവേഡ് മെസ്സേജും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജും 5:30 പുലർച്ചയ്ക്ക് ഒരു വേക്കപ്പ് കോൾ പോലെ ഒരു കോൾ എനിക്ക് കിട്ടി. ഇതൊക്കെ ഉള്ളതാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാഗർ ചേട്ടനോട് തന്നെയാണ് പറഞ്ഞത്. ഗ്രൂപ്പ് ഒന്ന് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല, ഞാൻ പോവാണ്. തെണ്ടികളെല്ലാരും ഉണ്ടല്ലേ,
എന്താ അഭിനയാടാ നിങ്ങൾ കായ്ക്കണ്ടേന്നേടാ? ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ആരൊക്കെ എന്തൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതേ അവളെ ഞാനാ കൊടുന്നത്, അതുകൊണ്ട് തന്നെ അവൾ എന്നോടായിരിക്കും ചോദിക്കുക ഈ പരിപാടി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ. ഷൂട്ടിന് വരില്ല എന്ന് പറഞ്ഞവള് പകുതി വെച്ചിട്ട് അവൾ ഷൂട്ട് നിർത്തി പോയി കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ. അപ്പൊ ഈ പരിപാടി നടക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. മണി പോയാൽ തന്നെ എനിക്ക് വേറെ ആളെ നോക്കാം, പക്ഷെ അവള് പോയി കഴിഞ്ഞാൽ നടക്കും. അതെ, അത് അത്രേ ഉള്ളൂ. നമുക്ക് പ്രസ്ഥാനമാണ് വലുത്, അണിയല്ല. അപ്പൊ നമ്മുടെ ഈ മുത്തുമണി ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഒരു ഗുണപാഠം മനസ്സിലാക്കിയാൽ മതി. നിന്റെ ഈ പരദോഷം മറിച്ചിൽ എല്ലാം ഇപ്പോഴും വിജയിച്ചു വരില്ല. അതെ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യാൻ സമയമായി. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ദാസാ, തനിക്ക് തന്റെ ചാർജർ വേണ്ടേ? ഇതല്ലേ? ഞാനും പതുക്കെ തെറിക്കാൻ നോക്കട്ടെ, പണികളുണ്ട് കുറച്ചുകൂടെ. ശരി, ഇത് തീരുമാനമാക്കി നിങ്ങളെന്താ ചാവ്, ഞാൻ പോട്ടെ. ഇപ്പോ നിനക്ക് കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്, ഞാൻ പോണു. ഓക്കെ, ബൈ.